ഈ സമയം നമ്മളിവിടെ ചെലവഴിക്കുന്ന അവസരത്തിൽ നമുക്ക് മാനസികമായിട്ട് അതിൽ കൂടുതലായിട്ടുള്ള ഒരു സന്തോഷം തരികയാണെങ്കിൽ അത് അധ്യാപന കലയിൽ അദ്ദേഹത്തിൻ്റെ സർഗാത്മകത തെളിയിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അധ്യാപക അവാർഡ് ലഭിച്ചു. ഏകദേശം അതേ കാലഘട്ടത്തിൽ എനിക്കും ഒരു അവാർഡ് ആ തരത്തിൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ സുവർണവല്ലി മാഷുമായിട്ട് ബന്ധപ്പെടുന്നത്. ഏറ്റെടുത്ത ശേഷം ആ വർഷം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭാഷാധ്യാപക സംഘടനയുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്കൂളിൽ വരികയും അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു. വളരെയധികം വർഷങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഭാഷാധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഹൃദയ ബുക്സുമായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളുമായി ശ്രീനിവാസൻ പോലുള്ള ആൾക്കാരുമായി പരിചയമുണ്ട്. ഇവിടെ പല സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു പെൺകുട്ടി സ്ത്രീ ആണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കത്തയച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പല സൂചിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സുവർണവല്ലി എന്നത് പേര് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരായതുകൊണ്ട് അങ്ങനെ കത്തയച്ച കാര്യങ്ങളൊക്കെ എന്നോട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഭീമ അവാർഡ് ഉൾപ്പെടെയുള്ള പല അവാർഡുകൾ നേടിയ അദ്ദേഹമാണ്. അദ്ദേഹം ബാലസാഹിത്യത്തിന് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വളരെ അകലെയാണ് കാസർഗോഡ് എന്ന നിലയിൽ. കാസർഗോഡ് ജില്ലയിൽ ജനിച്ച കാസർഗോഡ് ജില്ലയ്ക്ക് പലപ്പോഴും കിട്ടാത്ത അംഗീകാരം അവിടെ ജനിച്ചുപോയ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെയുള്ള കുട്ടമത്ത് കവി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ട സമയത്ത് അംഗീകാരം ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നത് പോലെ ANE മാർക്കറ്റ് കേരളത്തിലെ വടക്കേ മലബാറിൽ തുളുനാട് എന്ന പ്രസിദ്ധീകരണം വളരെ കഠിനമായ കേരളത്തിൽ പുറം രാജ്യത്ത് പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാസികയായി ഇന്ന് വാങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് കാരവൽ എന്ന ഒരു പത്രം ഒരു മാസികയായി വരികയും അത് കരവാളായിട്ട് വരികയും അന്ന് റിസർവേഷൻ വന്ന് കരവാളായിട്ടാണ്. അപ്പം അത് പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാടിലുണ്ട് എന്നതിലെ ഒരു ആത്മസംതൃപ്തി, സുഖം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ആ ഒരു നേരിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സുഹൃത്ത് കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് വെക്കുകയും ചെയ്യുന്നൊരു ഓർമ്മ എന്നെ വല്ലാതെ അന്ന് ഗോഡണമൊന്നുമില്ലാതെ വരുമ്പോൾ ഒരു കൈ പകുതി താത്ത് ഒരു വളഞ്ഞ കൊടയുമായി വളഞ്ഞ ഒരു മനുഷ്യൻ പുളി പോലുള്ളൊരു കൃതാവ് താടിയൊന്നും ഇല്ലാതെ മണങ്ങി ഇങ്ങനെ വരിക, നല്ലോണം മുറുക്കാൻ തൊട്ടിക്കൊണ്ടിങ്ങനെ വരികയാണ്. ചെറുപ്പക്കാരൻ വെളുത്ത് നല്ല സുഖമായ ചെറുപ്പക്കാരൻ. അതാണ് സുവർണവല്ലി മാഷ് എന്ന് ദൂരത്ത് കാണിക്കുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെ ആ ചാറൽ മഴയത്ത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇന്ന് അവിചാരിച്ച് പറയട്ടെ. അന്ന് ക്ലാസ്സിലേക്ക് ഞങ്ങൾ മലയാള പാഠം എടുക്കാൻ ക്ലാസ് ടീച്ചറായിട്ട് വന്നത് സുവർണവല്ലി മാഷ്. സുവർണവല്ലി മാഷ് വന്ന് രണ്ടാമത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവമാണ് എന്നെ അത് കാലം അടയാളപ്പെടുത്തുന്നത്. ക്ലാസ്സിലൊരു കവിത ചൊല്ലുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് 8ാം ക്ലാസ്സിലുണ്ടായ കവിതയാണ് എനിക്ക് തോന്നുന്നത്. സൗവർണപിണ്ട ഒരുക്കിയൊഴിച്ച നീരിൽ മുക്കുന്നിതാ കമലമണ്ഡപ കൈത. കുട്ടികളെല്ലാം വളരെ ആഹ്ലാദകരമായ ഒരു മഞ്ഞുകാലത്തിൽ നിന്നാണ്. മാഷ് നാടകം സംവിധാനം ചെയ്യും. മാഷ് നാടകമാണ്. ആ നാടകം നിനക്കുള്ള വീരശങ്കര ഒരു ഡിക്റ്റേറ്റീവ് കഥയാണ്. അത് വളരെ കുട്ടികളെ കൊണ്ട് അയാൾ തന്നെ മാഷിന് ചെയ്യിക്കും. ആ നാടകം അവതരിപ്പിക്കും. ആ നാടകത്തിന് ഫസ്റ്റ് കിട്ടിക്കുന്ന ഒരു കാലം നിരീക്ഷൺ രാജാസ് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ മാഷ് സ്കൂളിൽ ഒരു എഴുത്തുകാരൻ, അധ്യാപകനൊരു എഴുത്തുകാരൻ നിന്ന് അറിയപ്പെടുക ചെയ്തു ഒരു കാലമായിരുന്നു. അതിലുപരി ആ കാലഘട്ടത്തിൽ തന്നെ 68 മുമ്പാണ് സുവർണവല്ലിയിൽ നിന്ന് ഒരു നാടകം കലങ്ങിത്തെളിഞ്ഞ ജീവിതം. ആ നാടകം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. ആ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരന് ജോലി കിട്ടാതെ വളരെ കഠിനമായ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ദുരന്തം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിൻ്റെ ഒരു ഇത് അനുഭവിക്കുന്ന ഒരു കാലം. ഇതാണ് സുവർണവല്ലി മാഷ്. സുവർണവല്ലി മാഷ് അവസാനം അടയാളപ്പെടുത്തിയ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നീലേശ്വരത്ത് തെരുവിൻ്റെ അടുത്ത് സഹൃദയ ബുക്ക്, അയാൾ ആഗ്രഹമായിരുന്നു വലിയൊരു ബുക്ക്. നിഷ്കളങ്കനാണ്, ആരോടും എതിർപ്പുകളില്ലാത്തൊരു മനുഷ്യനാണ്. ഒരാളോട് ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചീത്ത പറയുന്നതിന് മുമ്പ് തലകുലിക്ക് ഒരു ചിരിയുണ്ട്, മുടിയൊരു ഒരുപാട്. ഇതാണ് സുവർണവല്ലി മാഷ് നമ്മൾ കാണുന്നത്.
നിനക്കുള്ള വീരശൃംഖല, കലങ്ങിത്തെളിഞ്ഞ ജീവിതം, ഒരുപാട്, അതായത് 38 കൃതികളോളം എൻ്റെ അറിവിൽ ചോർണാലി ഭാഷയുണ്ട്. തുളുനാടിനും കുടിയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഈ വാക്ക് നിർത്തിക്കൊണ്ട് ഞാൻ